നമ്മുടെയൊക്കെ ഈ ചെറിയ ജീവിതത്തില് എന്തിനോടെങ്കിലുമൊക്കെ പ്രണയം തോന്നിയിട്ടിരിക്കുന്നു. ദൈവത്തോട്, പ്രപഞ്ചത്തോട്, പുസ്തകങ്ങളോട്, പഠനത്തോട്, ജോലിയോട്, ഭർത്താവിനോട്, ഭാര്യയോട്. ഒന്നിനോടും നമുക്ക് പ്രണയം തോന്നിയിട്ടില്ല എങ്കിൽ, പ്രണയം തോന്നുന്നില്ല എങ്കിൽ നീണ്ടു നിൽക്കുന്ന വിശുദ്ധമായ ആത്മീയാനന്ദം കൈവരിക്കുവാൻ സാധിക്കുകയില്ല. ദാരിദ്ര്യത്തെ ആഴത്തിൽ പ്രണയിച്ചവനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സഹനത്തെ പ്രണയിച്ചവളാണ് വിശുദ്ധ അൽഫോൻസാമ്മ. പഴുത്തതും പുഴുത്തതുമായ വ്രണങ്ങളിലൊക്കെ സ്നേഹദ്രവ്യം വെച്ച് കെട്ടി അനാഥത്വത്തെ പ്രണയിച്ചവളാണ് വിശുദ്ധ മദർ തെരേസ. കേരളത്തിന്റെ കിഴക്കൻ ദേശത്തെ ചൂഷണം ചെയ്യപ്പെട്ട കർഷകരെ പ്രണയിച്ച് തന്റെ ഉദ്ധരിച്ച് കേരളത്തിന്റെ നവോത്ഥാന നായകനായി മാറിയവനാണ് വിശുദ്ധ ചാവറാച്ച്. ഈ മഹാവിശുദ്ധരുടെ പ്രണയത്തെ കുറിച്ചെല്ലാം ധ്യാനിക്കുമ്പോൾ വിസിറ്റേഷൻ സന്യാസിനിയായ എന്റെ മനസ്സ് ഉടക്കി കിടക്കുന്നത് തീരത്തെ പ്രണയിച്ച് തീരദേശത്തെ ഉദ്ധരിച്ച പാവപ്പെട്ട ഒരു പുരോഹിതനിലാണ്. ദൈവദാസൻ സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ, വിസിറ്റേഷൻ സന്യാസിനി സഭാ സമൂഹത്തിന്റെ സ്ഥാപകൻ. അതിനേക്കാളും അപ്പുറം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തീരത്തെ പ്രണയിച്ച് തീരത്തിന്റെ പുണ്യമായി മാറിയ ദേവദാസൻ എന്നാണ്. സൂര്യോദയത്തിന് മുൻപ് തന്നെ തന്റെ ചെറുതോണിയുമായി ആഴക്കടലിലേക്ക് പോയി പകലന്തിയോളം പണിയെടുത്ത് സൂര്യാസ്തമയമാവുമ്പോൾ ഉപജീവനത്തിനുള്ള വക പോലും കയ്യിലില്ലാതെ കുടിലിൽ വന്നു കയറുന്ന മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിലെ നിസ്സഹായ അവസ്ഥ അച്ഛന് ഉറക്കം കെടുത്തിയിരുന്നു. പല കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട, ദേശവൽക്കരിക്കപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട തന്റെ തീരദേശ ജനതയുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന കണ്ണുനീരിന്റെ നനവിന് പിന്നിലുള്ള വല്ലായ്മയും വേദനയും ഒക്കെ അച്ഛന്റെ ചങ്ക് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഇങ്ങനെ തീരത്തെ പ്രണയിച്ച് അച്ഛന്റെ മനസ്സിൽ ജന്മം കൊണ്ടതാണ് വിസിറ്റേഷൻ സഭ. ഇന്ന് ശതാബ്ദിയുടെ നിറവില് വിസിറ്റേഷൻ സഭ ആയിരിക്കുമ്പോൾ ഒത്തിരി മക്കൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വിസിറ്റേഷൻ സന്യാസ ഭവനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ കൂടുതൽ തീരദേശ മേഖലയിൽ നിലകൊള്ളുന്നതെന്ന്. അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. തീരത്തെ പുൽകിയ ഞങ്ങളുടെ സഭാസ്ഥാപകന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഞങ്ങള്. പ്രബുദ്ധനായ ഒരു പുരോഹിതന് മാത്രമേ പ്രബുദ്ധമായ സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിക്കൂ. താൻ ജനിച്ചു വളർന്ന തന്റെ തീരദേശത്തിന്റെ സമഗ്ര വിമോചനത്തിന് തടസ്സമായി നിൽക്കുന്നത് നിരക്ഷരതയാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ വിദ്യാലയം തുറക്കുകയും സഭാമക്കളോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ട് നിരക്ഷരത സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. കുടിലുകളിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ചെറുകുടിൽ തൊഴിൽ വ്യവസായങ്ങൾ രൂപീകരിച്ചു. സഞ്ചാരയോഗ്യമല്ലാത്ത തീരദേശത്തെ റോഡുകളെല്ലാം ഇന്ന് നാം കാണുന്ന നൂതനമായ തീരദേശ റോഡിന് രൂപവും ഭാവവും നൽകിയത് പ്രസന്റേഷൻ അച്ഛനാണ്. അനായാസമായി ആശയവിനിമയം തന്റെ തീരദേശ ജനതയ്ക്ക് സാധ്യമാകുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസ് നിലവിൽ കൊണ്ടുവന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന ഒത്തിരി നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തില് അച്ഛന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങള്, ആധ്യാത്മിക വിപ്ലവങ്ങള് ഒട്ടും പിറകിലല്ല എന്ന് പറയുന്നതില് തീരെ അതിശയോക്തിയില്ല. 100 വർഷം പിന്നിട്ട് ശതാബ്ദിയുടെ നാളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ നേടിയ നേട്ടങ്ങളെ കുറിച്ച് വിവരിക്കാനോ നേടാത്തതെല്ലാം കോട്ടങ്ങളാണെന്ന് പറയാനോ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്, അനുഗ്രഹമാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അച്ഛൻ നൽകുന്ന ഇത്ര മാത്രം. നിങ്ങളുടെ കൊച്ചു ഭവനരഹിതന്റെ സ്വപ്നമാണ്. നിങ്ങൾ പ്രയാസപ്പെടുന്ന ജോലി തൊഴിൽരഹിതന്റെ സ്വപ്നമാണ്. ശല്യമായി നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ മക്കളില്ലാത്തവരുടെ സ്വപ്നമാണ്. നിങ്ങളുടെ ആരോഗ്യം ഒരു രോഗിയുടെ സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവന്റെ സ്വപ്നമാണ്. അതെ, കുടിലിൽ നിന്ന് മറ്റൊരു കുടിലിലേക്ക് പ്രയാണം ചെയ്ത് കുടിലുകളെ തിരുക്കുടുംബമാക്കാനുള്ള അച്ഛന്റെ വിളി വീണ്ടും ഞങ്ങൾ കാതോർക്കുന്നു.